30 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു EMI നമുക്ക് വണ്ടി സ്വന്തമാക്കും ചെയ്യാം. ഇപ്പൊ ഒരു ബുള്ളറ്റ് വാങ്ങണ പ്രൈസിന് അപ്പൊ ഒരു 20 രൂപ വണ്ടി ഇറക്കാം. അപ്പൊ ഒരു 4000 ഒക്കെ രൂപ മാസം മാറ്റി വെക്കണ ഈ വണ്ടി കൊണ്ടുപോകാം. പ്രീമിയം അല്ല, അത് വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ്. 2 സൈഡ് എയർ ബാഗ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ബാക്ക് സൈഡിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഡുവൽ ടൂൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. മൈലേജ് പെർഫോമൻസ് എല്ലാം പക്കയായിരിക്കും. ഒരു 20 മൈലേജ് പ്രതീക്ഷിച്ചു, 22 പ്രതീക്ഷിക്കാം അല്ലെ. ചെറിയൊരു പ്രൈസിന് വലിയൊരു ഡീസൽ വണ്ടി മൈലേജ് കിട്ടുന്ന ഡെയിലി യൂസിന് പറ്റുന്ന ഒരു വാഹനം അല്ലെ. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊന്നൊരു പുതിയൊരു ഷോറൂമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. കാരണം ഇവിടുത്തെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. 7 സീറ്ററുകളുണ്ട്, അതേപോലെ സബോമീറ്റർ SUV-കൾ. സാധാരണക്കാരന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല മാരുതി കളക്ഷൻസ്. മൈലേജ് നോക്കുന്നവർക്ക് നമുക്ക് സെമി പ്രീമിയത്തില് സിറ്റി, കിഡ്, ഓൾട്ടോകള്, അമേസ്. ഇനി അതേപോലെ പ്രീമിയം വെഹിക്കിൾസ് നോക്കുന്നവർ Q3 ഉണ്ട്, A4 വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്രെറ്റകളുടെ ഫസ്റ്റ് ജനറേഷൻ വരുന്നുണ്ട്, സ്വിഫ്റ്റ്, അതേപോലെ തന്നെ 3rd ജനറേഷൻ ക്രെറ്റ. അത്യാവശ്യം എല്ലാ സെഗ്മെന്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി ഷോറൂമാണ്. സോ നമ്മുടെ ജബ്ബാർക്കാണ് കൂടെ ഉള്ളത്. കെൻസ യൂസർ ക്ലാസ്സില. ജബ്ബാർക്ക് നമ്മുടെ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാണെങ്കിൽ നമ്മള് കൊളപ്പുറം VK പറഞ്ഞ സ്ഥലത്ത്, അതായത് പുതിയ നമ്മുടെ നാഷണൽ ഹൈവേ തൃശ്ശൂർ കാലിക്കറ്റ് പുതിയ ഹൈവേയുടെ ചാരി കൊളപ്പുറത്ത് നിന്ന് ജസ്റ്റ് നമ്മൾ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഔട്ടർ സൈഡിൽ തന്നെയാണ് ഈ ഒരു ഇതാണ് വരുന്നത്. എത്തുന്നതിന് മുമ്പാണ്. അപ്പൊ നമുക്ക് മലപ്പുറം, അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന കൊളപ്പുറം എക്സിറ്റ് എടുത്തിട്ട് നമുക്ക് ഓവർ ബ്രിഡ്ജ് വഴി നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. അതേപോലെ നമ്മൾ കെൻസ ഗൂഗിളിൽ ലൊക്കേഷൻ ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് വിളിക്കണമൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. സോ നമുക്ക് എല്ലാ റേഞ്ചിലെ വാഹനങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് വാഹനങ്ങളൊക്കെ വർക്ക്ഷോപ്പിൽ ഉണ്ട് അല്ലേ. അപ്പൊ ഏത് റേഞ്ചിലെ വാഹനങ്ങളും ആണെങ്കിലും നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ജബ്ബാർക്ക നമുക്ക് തുടങ്ങാം അല്ലെ. ഫസ്റ്റ് തന്നെ നമുക്ക് സാധാരണക്കാരൻ്റെ ഒരു ബൈക്ക് EMI കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഏതാണുള്ളത്? ഒരു ഇയോൺ ആയിക്കോട്ടെ അല്ലെ. ഏതായിരുന്നു മോഡൽ വരുന്നത്? 2013 മോഡൽ അല്ലെ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. എത്ര രൂപ കൊടുക്കാം? ഇതൊരു നമുക്കൊരു ഫൈനലായിട്ട് ഒരു 1.35 അത് ഇന്നിപ്പോ ഒരു ബുള്ളറ്റ് വാങ്ങണ പ്രൈസിന് EMI ഏകദേശം നമുക്ക് ഒരു എത്ര രൂപയ്ക്ക് ഏകദേശം മാക്സിമം ലോണൊക്കെ എത്ര വരെ? മാക്സിമം നമുക്ക് ഒരു ₹1 ഒരു 1.10 റേഞ്ചിൽ ഇത് EMI ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു 20 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ ഒരു 4000 ഒക്കെ രൂപ മാസം മാറ്റി വെക്കണ ഈ വണ്ടി കൊണ്ടുപോകാം. അപ്പൊ ഹിയോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സെഗ്മെന്റ് വാഹനമാണ്, നല്ലൊരു ഫാമിലിക്ക് പറ്റുന്ന വാഹനമാണ്. ഇപ്പൊ ഇന്ത്യൻ സൈഡ് ഒക്കെ നോക്കി നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അത്യാവശ്യം മൈലേജ് നമുക്ക് ഇതിന് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഇതിന് മൈലേജ് നമുക്കൊരു 20ന്റെ ഉള്ളിൽ ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കും ചെയ്യാം. മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ, മേജർ റീപ്ലേസുകളൊന്നും ഒന്നുമില്ലല്ലോ. അപ്പൊ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. നല്ലൊരു ഫാമിലിക്ക് നമുക്കൊരു ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് അത്യാവശ്യം മൈലേജും നല്ല കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 1.30 ഓഫർ പ്രൈസ്. ഒരു 20 രൂപയുടെ വണ്ടി ഇറക്കാം. മാസം ഒരു EMI 5000 താഴെ, ഒരു 4000 താഴെ ഉള്ളൊരു EMI നമുക്ക് ഈ വാഹനം ഇറക്കാം കേട്ടോ. ഇനി അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ് എലൈറ്റ് i20ന്റെ 2nd ജനറേഷൻ. ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വേറൊരു വാഹനം ഇല്ലാന്ന് തന്നെ പറയാം. KL47 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ വണ്ടി. ഇത് 2018 മോഡല്. അതായത് എലൈറ്റിന്റെ 2nd ജനറേഷൻ ആണ്, 18 മോഡലാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ പ്രീമിയം അല്ല, അത് വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ്. 2 സൈഡ് എയർ ബാഗ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ബാക്ക് സൈഡിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഡുവൽ ടൂൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. മൈലേജ് പെർഫോമൻസ് എല്ലാം പക്കയായിരിക്കും. ഒരു 20 മൈലേജ് പ്രതീക്ഷിച്ചു, 22 പ്രതീക്ഷിക്കാം അല്ലെ. അത് നല്ല കംഫർട്ട്, നല്ല പക്കായിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ള ഈ വാഹനം? 80,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് 80,000 കിലോമീറ്റർ. 2018 മോഡൽ എലൈറ്റ് i20. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്കൊരു ഫൈനലായിട്ട് ഒരു 5,60,000. 5,60,000 ചെറുതായിട്ടൊക്കെ കുറക്കാമല്ലോ. ചെറുതായിട്ട് എന്തെങ്കിലും വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് കച്ചവടല്ലേ, നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല പാർട്ടി ആണെങ്കിൽ ഫുൾ ലോൺ തന്നെ ചെയ്യും. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഡീസല് 80,000 ഫുൾ സർവീസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വെഹിക്കിൾ കേട്ടോ. വീണ്ടും നമ്മൾ ചെറുവാഹനത്തിലാണ് പോകുന്നത്. ഇനി മാരുതിന്റെ ഒരു വാഹനം, അത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് വേണമെന്നുള്ളവർക്ക് കേൾട്ടർ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഓൾട്ടോ 800 ആണ്. അത്യാവശ്യം നല്ല 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല. എങ്ങനെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി 18 മോഡല്
40,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടി. അപ്പൊ നമുക്ക് ലോ കിലോമീറ്റർ എന്ന് പറയാം. എന്താ വെച്ചാൽ 2018 നമ്മൾ ഡിപ്പെൻസ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. AC പോസ്റ്ററിങ്, 2 പവർ വിൻഡോ, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അത്യാവശ്യം ഒരു 90-95% തന്നെ ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അല്ലേ. ഒന്നും ചെയ്യാനില്ല അല്ലേ. 40,000 കിലോമീറ്റർ 2018 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്. നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ഒരു 2.25 രൂപ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കുറച്ച് നമുക്ക് ചെയ്തു കുറച്ച് കൊടുക്കും ചെയ്യാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ലോൺ നമുക്ക് ഒരു 2.5 ലെവലിൽ നമുക്ക് ലോൺ ചെയ്തു ലോണും ചെയ്യാം. അപ്പൊ ഒരു 10-30 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു EMI നമുക്ക് വണ്ടി സ്വന്തമാക്കും ചെയ്യാം. അടുത്ത നമുക്ക് നല്ലൊരു ഫാമിലിക്ക് നല്ല കംഫർട്ടും കുറഞ്ഞ മെയിൻ്റെനൻസും എന്നാൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അമേസ്. അതായത് അമേസിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. ഡീസൽ അല്ല വണ്ടി. ലോങ് ഡ്രൈവിൽ 24 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡൽ. 2013 മോഡൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1,40,000 കിലോമീറ്റർ. 140 ഇത് ഈ ടയോട്ട പോലെ തന്നെയാണ്. നമുക്ക് വല്ലാണ്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും വരൂല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആദ്യ കാലത്ത് ഇതിൽ കൂടുതൽ നമുക്ക് ടാക്സിയിലൊക്കെ കണ്ടിരുന്നു. ടാക്സിക്കാർ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മൈലേജ് വേണം, അതേപോലെ മെയിൻ്റെനൻസ് കുറവാവും വേണം. ഇപ്പൊ 1 ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. 2013 മോഡല്. നല്ല സ്പേഷ്യസ് ആണ്. നിലവിൽ വർക്കൊന്നും ചെയ്യിക്കാനില്ലല്ലോ. വർക്കൊന്നും പെൻഡിങ് ഒക്കെ ഫുൾ ഉണ്ട് അല്ലേ. അതേപോലെ LCD സ്ക്രീന്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള വാഹനം. നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്കൊരു ഓഫർ ആയിട്ട് നമുക്ക് 2,90,000 രൂപയ്ക്ക് 2,90,000. ചെറിയൊരു പ്രൈസിന് വലിയൊരു ഡീസൽ വണ്ടി, മൈലേജ് കിട്ടുന്ന ഡെയിലി യൂസിന് പറ്റുന്ന ഒരു വാഹനം അല്ലേ. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്കൊരു 2.5 രൂപന്റെ അടുത്ത് ലോണും ചെയ്യാം. അപ്പൊ ഒരു 10-40 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ചെറിയൊരു EMI വരുള്ളൂ അല്ലേ. വീണ്ടും നമുക്കൊരു ഇയോൺ തന്നെയാണ്. അത് കേരള രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 മോഡൽ. 15 മോഡൽ അല്ലേ. നല്ല എസ്റ്റിലൊക്കെ നല്ല വൃത്തിയുണ്ട്. അതേപോലെ നമുക്ക് നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനില്ല. ടയറൊക്കെ നോക്കി അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ AC പോസ്റ്ററിങ്, അഡീഷണൽ ആൻഡ്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. 2 പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിയർ സൈഡൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? കിലോമീറ്റർ 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് അല്ല. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ 1,95,000 രൂപ. 1,95,000 അല്ല. ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ടിൽ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ നമുക്കൊരു 40 രൂപ 50 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയ EMI നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാൻ പറ്റും. അടുത്ത ഇനി ഒരു ഇനോവ നോക്കുന്നവർക്ക് ഇതാണ് ഒരു ബെസ്റ്റ് വാഹനമായിട്ടാണ് വരുന്നത്. അതിൽ കേൾട്ടൺ BL നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ അടക്കം നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ടൈപ്പ് 4 വരുന്ന ഒരു ഇന്നോവയാണ്. ഇന്നോവന്റെ ഫുൾ ഓപ്ഷൻ സെഡ് ഏറ്റവും ഫുൾ ഓർഡർ കേട്ടോ. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന വാഹനം. 4 ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയായിട്ടുള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ എല്ലാം കിട്ടുവാണ്. ഇത് ഏതായിരുന്നു മോഡൽ? ഏതായിരുന്നു? 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. അതായത് ഒറിജിനൽ ടൈപ്പ് 4 അന്നത്തെ സെഡ് ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു കിഡ്ലം വാഹനമാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1.80 ഓടി. 1.80 ഉള്ള സർവീസ്. എഞ്ചിന് മെക്കാനിക്കലി ഫിറ്റ് അല്ല വണ്ടി? എല്ലാം ഫിറ്റ്. മേജറായ ഒരു ആക്സിഡന്റും ഒന്നുമില്ല. പിന്നെ ഇന്റർകൂളറും കൂടിയാണല്ലേ. സോ നല്ല മൈലേജ് കിട്ടും. ഇന്റർകൂളർ എഞ്ചിന് കൂടിയാണ് വരുന്നത്. ഇവർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 990 അല്ലേ. ഒരു ബെസ്റ്റ് പ്രൈസിന് 2015 Z ഏറ്റവും ടോപ്പ് എൻഡ്. അത് നമുക്ക് ഇസ്റ്ററെല്ലാം പക്കായിട്ടുള്ള വണ്ടി. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 9 രൂപന്റെ അടുത്ത് ലോൺ ചെയ്യാം. 90 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 90 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ. എഗെയിൻ നമുക്ക് വീണ്ടും നമുക്ക് ഒരു സെഡാന്റെ സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹാച്ച് ബാക്ക് ആണ് ഹോണ്ടയുടെ ജാസ്. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? ഡീസൽ. നമുക്ക് അമേസ് പറഞ്ഞ പോലെ തന്നെ മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ല ബോഡി വെയിറ്റും പെർഫോമൻസും ഏകദേശം ലോങ് ഡ്രൈവിൽ 24 വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 2018 സിംഗിൾ ഓണർഷിപ്പ് അല്ല. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഇവിടെ തിരുവങ്ങാട് രജിസ്ട്രേഷൻ തന്നെ ഇറങ്ങിയ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. മൈലേജ് നോക്കുന്നത് ബെസ്റ്റ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ. എഞ്ചിന്റെ മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ? നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. സിംഗിൾ ഓൺഷിപ്പിലാണ്. 1,00,000 കിലോമീറ്റർ. 2018 മോഡൽ. 18 മോഡൽ. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 5,20,000. 5,20,000 ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. മൈലേജും പെർഫോമൻസും കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ നല്ല സ്പേസും ഉള്ള ഒരു വാഹനമാണ്. അടുത്തൊരു സബോമീറ്റർ SUV ആണ്. നമ്മുടെ
കിയ സോണറ്റ്, അത് GT ലൈന്, ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്, സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ എല്ലാം വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല്? 2021 മോഡല്. 2021 മോഡൽ അല്ലേ? GT ലൈന് മാനുവൽ അല്ലേ? ഡീസൽ വണ്ടി അല്ലേ വരുന്നത്? ഡീസൽ വണ്ടി. അതായത് മൈലേജും നല്ല കംഫർട്ടും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന, അതും ഫുൾ ബ്ലാക്കിൽ GT ലൈന്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ഡിഫറൻസ് നോക്കുമ്പോ ഇത്രയും ചെറിയ കിലോമീറ്ററിൽ ഡീസൽ വണ്ടി കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. പിന്നെ GT ലൈൻ എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് നമ്മൾ നോക്കേണ്ട എല്ലാം കമ്പനി ഇൻബിൽഡ് ആയിട്ട്, ഈവൻ സീറ്റ് വെന്റിലേഷനും സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഫൈനലായിട്ട് ഒരു 10,40 നമുക്ക് ചെയ്തു. 10,40 നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ലോണൊക്കെ നമുക്ക് ഒരു 9 റുപ്യ 50,000 റുപ്യൊക്കെ ലോൺ ചെയ്തു. ലോൺ ചെയ്യാം. ഒരു 1,00,000 രൂപേന്റെ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഉണ്ടാവും അല്ലേ? അത് നമുക്ക് ലേഡീസിനും അതേപോലെ തന്നെ യാത്രാ കംഫർട്ട് ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. റിഡ്സ് പോയ ഒരു സങ്കടത്തേക്ക് വന്നൊരു വണ്ടി എന്ന് പറയാലോ. ആ ഒരു ഷേപ്പിൽ നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ് മാരുതി സുസുക്കി സെലേറിയോ. മമ്മൂട്ടിന്റെ നമ്പറാണ് അല്ലേ? മമ്മൂട്ടിന്റെ നമ്പറുമാണ്. 363 നമ്പറൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു മോഡല്? 2016 മോഡല്. 2016 അല്ലേ? ഇതില് കുറച്ച് സെഗ്മെന്റ് ഡീസലാണ്. ഇത് ഡീസലല്ലോ? പെട്രോൾ ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ചെറിയൊരു ബഡ്ജറ്റിൽ കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡല്. ഇതിലൊക്കെ നോക്കി നല്ല കിടുവാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 2016 മോഡൽ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 95,000 കിലോമീറ്റർ. 95,000 കിലോമീറ്റർ. ഓൺഷിപ്പ് തേർഡ് അല്ലേ? എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മള് 360. പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 50,000 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇറക്കാം. അപ്പൊ ഒരു ഓട്ടോമാറ്റിക് വാഹനം, അതും ഏറ്റവും ഹിസ്റ്ററിക്ക് എല്ലാം എല്ലാം പക്കായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. എങ്കിൽ വീണ്ടും നമുക്കൊരു സിൽവർ ഫിനിഷിംഗിൽ ഒരു ഇയോൺ ആണ്. ഇയോണൊക്കെ അത്യാവശ്യം ചെറുമാനങ്ങൾ നല്ല കളക്ഷൻ ഉണ്ട്. നല്ല കളക്ഷൻ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡലൊക്കെ? എങ്ങനെയാണ്? 2017 മോഡല്. 2017 മോഡല്. നല്ല ഇറ പ്ലസ് ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. ഒരു 50,000 ആ റേഞ്ച് ഓടിയിട്ടുള്ളൂ അല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കി നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ചെറിയ കിലോമീറ്റർ ആണ്. ആ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പിന്നെ ബെറ്റർ ഫീലിംഗ് മെയിൻറ്റെയിൻസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എത്രയായിട്ട് നമ്മൾ ചോദ്യം? ഇതിന് നമ്മള് 2,20,000 റുപ്യ. 2,20,000 അല്ലേ? 20 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലേ? വണ്ടി ഇറക്കാം. 2 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. സോ നമുക്കൊരു 5,000 ആ ഒരു റേഞ്ചിലുള്ള EMI നമുക്ക് വണ്ടി ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് നമുക്ക് വാഗണറിന്റെ ആ ഒരു സെഗ്മെന്റ് തന്നെ വരുന്ന ഒരു വാഹനമാണ്. ZNST-ലോ അല്ലെ? അത് കോഫി ബ്രൗൺ ആണ് വരുന്നത്. തിരൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 മോഡല്. 2011 മോഡൽ അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല നീറ്റാണ്. അത്യാവശ്യം നല്ല മൈലേജും K സീരീസിൽ വരുന്ന ഒരു വാഹനമാണ്. നല്ല എത്ര ചോദിക്കുന്നു നമ്മൾ? 1,55,000. 1,55,000 നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ലോൺ നമുക്ക് ശ്രീരാമിലൊക്കെ നോക്കാം. പ്രൈവറ്റ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? അടുത്തതാണ് നമുക്ക് ഒരു റിഡ്സ് ഡീസൽ. സാധാരണ നമുക്ക് അന്നും മെയിൻ്റെനൻസ് വളരെ കുറവുള്ള മാരുതിയുടെ ഒരു നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ശരിക്കും റിഡ്സ് തന്നെയാണ്. ഓൾട്ടോ പോലെ തന്നെ അല്ലേ? നല്ല വണ്ടിയാണ്. KL 80 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഡീസലാണ്. 18-20 മൈലേജ് കിട്ടും. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡല്. 2013 മോഡല്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യൽ എല്ലാം പക്കയാണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ 110 കിലോമീറ്റർ. 110 എത്ര ചോദിക്കും നമ്മൾ ഇതിന്? ഇതിന് നമ്മൾ ചോദിക്കേണ്ടത് 2,70,75,000 റുപ്യക്ക് നമുക്ക് ചെയ്തു. 2,75 ഒറിജിനൽ കേരള വണ്ടിയാണ്. 2013 മോഡല്. 110 ഓട്ടോ അല്ല? 110 ഓട്ടോ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? ലോൺ നമുക്ക് 2 റുപ്യൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. 2 റുപ്യ നമുക്ക് ലോൺ ചെയ്യാം. ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് 18-20 മൈലേജ് ഇടുന്ന ഈ വാഹനം ഉണ്ടാവും. അതിന് അടുത്തൊരു എക്സ്പ്രസോ ആണ്. അല്ല കിട്ടില്ല അലോയി കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നല്ല ആ ഒരു അഗ്രസീവ് ലുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അടിപൊളി ലുക്കൊക്കെ അയക്കണം അല്ലേ? ഇവിടെ നമ്മൾ തിരുവങ്ങാട് രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു എക്സ്പ്രസോ? 21 ലാസ്റ്റ് മോഡലാ. 2021 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 21 മോഡല്. അപ്പൊ അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. മാനുവലാണ്. 11 മാസം വണ്ടിയാ. 11 മാസം വണ്ടി. സ്റ്റിയറിംഗില് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് LCD സ്ക്രീന് കാര്യങ്ങള് എല്ലാം വണ്ടിയാണ് അല്ലെ? അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്.
എത്രയായിരുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മള് 3,95,000 395 എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 30,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. അല്ല കിട്ടില്ല വണ്ടിയില്ല, മൈലേജും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടും കിട്ടുന്ന ഒരു വാഹനം. VXi Plus ആണ്. VXi Plus നമുക്കൊരു വാഗ്നർ സ്റ്റിംഗ്ര അല്ലെ, വാഗ്നറിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്, ഫോട്ടോ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത് ഇതിലേറ്റവും ടോപ്പ് ലോഡ് ആണ് അല്ലെ, കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം ഫുൾ ഫീച്ചേഴ്സിൽ വരുന്ന വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2013 മോഡല്, 13 കിലോമീറ്റർ കാര്യങ്ങൾ, 1,00,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് തേർഡ്. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഇത് നമ്മള് 2,60,000 നമ്മൾ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 2,500 നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. ഫൈനലൈസ് ഒരു 2 രൂപ വരെ ലോൺ ചെയ്യാം. 2 രൂപ വരെ നമുക്ക് ലോൺ ചെയ്തു ലോൺ ചെയ്യാം. ഒരു 19 രൂപ വേണ്ടി ഇറക്കാം. 2 രൂപ ഫൈനൽ റേറ്റ് ഇല്ല. അടുത്തൊരു പ്രീമിയം സെഗ്മെന്റ് നോക്കുന്നവർക്ക് ഒരു Audi Q7 അല്ല, അപ്പൊ കിഡ്ലം വണ്ടിയാണ്. കേൾട്ടൺ BJ അതർ സ്റ്റേറ്റ് ആണ് വണ്ടി, നിലവിൽ കേൾട്ടൺ BJ നമ്പറൊക്കെ ആയിട്ട് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ 2013 മോഡല്, 2013 മോഡല് അല്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ അല്ല. എഞ്ചിന് മെക്കാനിക്കല് എല്ലാം പക്കയുള്ള വണ്ടിയില്ല. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? നമ്മള് ഓഫറിൽ നമുക്ക് ഒരു 10 രൂപ ചെയ്ത് കൊടുക്കാം. 10 രൂപക്ക് അല്ല, ഇത്രയും വലിയൊരു വണ്ടി നമുക്കൊരു ഓഫർ റേറ്റിന് വെറും 10 ലക്ഷം രൂപക്ക്, അത് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു Q7 ആണ്. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു പക്കാ പ്രീമിയം വെഹിക്കിൾ, അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന 7 സീറ്ററിൽ പ്രീമിയം വെഹിക്കിൾ അല്ല. ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവോ? ലോൺ നമുക്ക് നോക്കാം, നല്ല പാർട്ടിനെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇനി ഒന്നുകൂടെ നമുക്കൊരു സെഡാൻ ടൈപ്പിൽ ഒരു പ്രീമിയം വേണമെന്നുള്ള ഒരു Audi A4 വരുന്നുണ്ട്. ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. നമ്പർ നോക്കി നിങ്ങൾ 1 2 3 4 പക്ക സീരീസ് നമ്പർ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 മോഡല്, 2013 മോഡല് അല്ല. അപ്പൊ ഒറിജിനൽ കേരള വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, 100% ഗ്യാരണ്ടി പറയാം. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മള് 12,30,000 രൂപ. 12.30. ഒരു അതർ സ്റ്റേറ്റ് വെഹിക്കിളിന്റെ പ്രൈസിന് നമുക്ക് ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാം. ഉണ്ടാവും. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 10 രൂപേന്റെ അടുത്ത് നമുക്ക് ലോൺ ചെയ്തു. 10 രൂപേന്റെ അടുത്ത് ലോണും ചെയ്യാം. ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് നമുക്ക് A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള അടിപൊളി വാഹനം. അത് നമ്മൾ SUV സജസ്റ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ക്രെറ്റയുടെ ഫസ്റ്റ് ജനറേഷൻ ആണ്. ഇന്നത്തെ ജനറേഷനേക്കാളും കൂടുതൽ ഡിമാൻഡ് ശരിക്കും അല്ല, അത്രയും നമുക്ക് മെയിൻ്റെനൻസ് കുറവും നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. നല്ല ഫാൻസി നമ്പറും KL11 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2016 ലാസ്റ്റ് മോഡല്, 2016 ലാസ്റ്റ് ഇല്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് 90,000 കിലോമീറ്റർ. കിലോമീറ്റർ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ഓൺഷിപ്പ് സിംഗിൾ ഓണർ ആണ്. അത് 1.6 ആണോ 4 ആണോ? 1.4. സോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ടയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുൾ ആണ്. സോ നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ്. 1.4 സിംഗിൾ ഓൺഷിപ്പിൽ ഒറിജിനൽ കേരള വണ്ടി, അതും 90,000 കിലോമീറ്റർ വരുന്ന ക്രെറ്റ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? A30 ആണ് ചോദിക്കുന്നില്ല. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 6 രൂപ, ഒരു 6 രൂപ വേണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാന്നുള്ളതാണ്. ഡീസൽ വണ്ടിയാണ് കേട്ടോ. അടുത്ത നമുക്കൊരു ജനപ്രിയ മോഡലാണ് നമ്മുടെ സ്വന്തം സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. അലോയൊക്കെ നോക്കി നിങ്ങൾ നല്ല കിഡിലും വൈഡ് വീലൊക്കെ ഉള്ള നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കൊല്ലാണ് രജിസ്ട്രേഷൻ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 മോഡല്. 2014 മോഡല് അല്ലെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 110. ഇതിലൊക്കെ നോക്കി AC പോസ്റ്ററിംഗ്, ഫോട്ടോ പവർ വിൻഡോ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഇലക്ട്രിക്കൽ മിറേഴ്സ്, സ്പോയിലർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അഡീഷണൽ ആയിട്ട് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള വാഹനം. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 395 ഡീസൽ വണ്ടിയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 50 രൂപ ആ റേഞ്ച് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എടുക്കാം. അടുത്ത ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു ജനറേഷൻ ഏതാ വെച്ചാൽ ശരിക്കും 3rd ജനറേഷൻ ആണ്. അതുകൊണ്ട് വൈറ്റ് ഫിനിഷിങ്ങില് അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു പൊളി വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങൾ? 2023 മോഡല്. 2023 ലാസ്റ്റ് മോഡല് അല്ല. നോക്കി പുത്തൻ ടയേഴ്സ് കാര്യങ്ങള്, പനോരമിക് സൺറൂഫ്, അതിനുശേഷം നമുക്ക് ഡാഷ് ക്യാം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്.
കിലോമീറ്റർ പറഞ്ഞത് 80,000 കിലോമീറ്റർ. 100% ഗ്യാരണ്ടി പറയാം. ഡീസൽ വണ്ടി, കമ്പനി വാറണ്ടി തീരാത്ത വണ്ടിയാ. അപ്പൊ നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ട്. അഡീഷണൽ ഒത്തിരി ഫിറ്റിംഗ്സുകൾ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഡീസൽ 80,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് 14.25 റുപ്യ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 14.25. നമുക്ക് എന്തെങ്കിലും കുറച്ചുകൊണ്ട് ചെയ്ത് കൊടുക്കാം. ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ലോൺ നമുക്കൊരു നല്ല പാർട്ടി ആണെങ്കിൽ ഒരു 13 റുപ്യ വരെ നമുക്ക് 1.5 റുപ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ്, കമ്പനി വാറണ്ടി ഉള്ള ഡീസൽ വേരിയന്റ് സർവീസ്. ഇപ്പൊ NBന്റെ സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? അടുത്താണ് നമുക്ക് ഇതാണ് ചെറിയൊരു ബഡ്ജറ്റിൽ ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ വേണമെന്നുള്ളവർക്ക് ഒരു അടിപൊളി വാഹനമുണ്ട്. സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2007 മോഡൽ 8 റേസറുള്ള വണ്ടി. പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് അല്ല വണ്ടി? ഫിറ്റ് ആണ്. 28 വരെ പേപ്പറിലുണ്ട്. 29 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മള് 89 റുപ്യ നമ്മൾ ആവശ്യപ്പെടും. വെറും 89 രൂപ. 29 വരെ പേപ്പർ എല്ലാം ഫിറ്റ് ആണ് അല്ലേ? വീണ്ടും നമുക്കൊരു ജെനസ്റ്റിൽ ആണ്. നേരത്തെ നമ്മളൊരു വണ്ടി പരിചയപ്പെട്ടിരുന്നു. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കാം. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് ഒരു 1,65,000 റുപ്യ. 1,65,000 അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു K സീരീസ് എഞ്ചിനൊക്കെ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അടുത്ത നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസും കൂടെ തന്നെ ഫാമിലി പർപ്പസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി ഈക്കോ. 5 സീറ്റ് AC ഉള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു കച്ചവടം കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും പറ്റും, കാറ്ററിങ്ങിനും. ഇനി അതെല്ലാം കൂടെ ഫാമിലിക്ക് യാത്ര ചെയ്യാനും 2 പർപ്പസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന AC ഉള്ള വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡല്. 21 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 30,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്ററോടെ വണ്ടിയാണ് അല്ലേ? എത്ര ചോദിക്കുന്നത് നമ്മൾ? നമ്മൾ 4,45,000 ചോദിക്കട്ടെ. 4,45. എന്തെങ്കിലും കുറച്ച് കാണാൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഒരു 50 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത തവണ നമുക്കൊരു കിഡ്ലം വാഗ്നർ വരുന്നുണ്ട്. വൈറ്റ് ഫിനിഷിംഗിലാണ്. അത് പൊന്നാനി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. LXI ആണ്. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ AC അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, റൂഫ് കാര്യങ്ങളെല്ലാം നീറ്റാണ്. മ്യൂസിക് സിസ്റ്റം ഒക്കെ വന്നിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അത് നമുക്ക് A to Z ഹിസ്റ്ററി എല്ലാം പക്കായിട്ടുള്ള വണ്ടി അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് ഒരു ഫൈനലായിട്ട് 3,10 ചെയ്ത് കൊടുക്കും. 3,10. ഏകദേശം എത്ര രൂപ ലോൺ ചെയ്ത് കൊടുക്കാം? മാക്സിമം ലോൺ ചെയ്യാം. ട്രാക്കിന് 0 ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത വീണ്ടും നമ്മളൊരു ചെറിയൊരു ബഡ്ജറ്റിലുള്ള ഒരു വാഹനമാണ് റെനോ കിഡ്. അത് നമുക്ക് നല്ല ഫാൻസി നമ്പറും ഇവിടെ തന്നെ KL65 രജിസ്ട്രേഷൻ ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1,00,000 കിലോമീറ്റർ. ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് അല്ലേ? RXT ആണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന വണ്ടിയാണ്. LCD സ്ക്രീന്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. 100% ഗ്യാരണ്ടി പറയാലോ? എത്ര ചോദിക്കുന്നത് നമ്മൾ? നമുക്ക് ഒരു 2 രൂപ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 1,95 ചെയ്ത് കൊടുക്കാം. ഫൈൻ കൊടുക്കാം. ഒരു 19 രൂപ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയിലെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി. അടുത്തതാണ് നമുക്കൊരു സിറ്റിയാണ്. അമേസിംഗ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇത് ഡീസൽ ഏകദേശം ലോങ് ഡ്രൈവിൽ 24 വരെ മൈലേജ് കിട്ടുന്ന ഏറ്റവും ടോപ്പ് വണ്ടി, ഏറ്റവും ഫുൾ ലോഡ് കേട്ടോ. അതിൽ നമുക്ക് AC പോസ്റ്റ് സ്റ്റിയറിംഗ്, റിയറിൽ AC വെന്റ്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ ബാക്ക് സൈഡിൽ നമുക്ക് AC വെന്റ്, ആൻഡ്രസ്റ്റ് വരുന്നുണ്ട്, സൺറൂഫ്, ക്രൂസ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ അതും ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ്. മോഡൽ പറഞ്ഞ 2015 മോഡൽ അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 80,000 കിലോമീറ്റർ. എത്ര പേ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് ഒരു 5 റുപ്യക്ക് നമ്പർ ആക്കി കൊടുക്കാം. 5 റുപ്യക്ക് നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. ഒരു 50 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഓക്കെ. ഫ്രണ്ട്സ്, നമ്മളിന്ന് കെൻസ യൂസ് കാസിലായിരുന്നു. ഇത് കൂടാതെ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ. ഏതൊക്കെയാണ് നമുക്ക് വണ്ടികൾ വർക്ക്ഷോപ്പിൽ ഏതൊക്കെ ഉള്ളത്? നമ്മൾ ഇപ്പോ പുതിയ പേപ്പർ എടുത്ത സ്വിഫ്റ്റ് ഉണ്ട് 2010 മോഡല്. അത് കൊടുക്കാം. നമുക്ക് ഒരു 2,4 ആവശ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും കുറച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. വേറെ വണ്ടി വേറെ നമ്മളെ ഇന്നോവ ഉണ്ട് 2014 മോഡല് G4 നമ്പറായ വണ്ടിയാണ്. അത് നമ്മൾ 6,500 റുപ്യ വെച്ചിട്ട് ചെറിയ ബഡ്ജറ്റില് വൈറ്റ് കളറില്. പിന്നെ നമ്മളെ അടുത്തുള്ള സ്വിഫ്റ്റ് 2011 ന്യൂ ഷേപ്പ്, ലെവിയിലും കാര്യമൊക്കെ ഉള്ള നല്ല സൂപ്പർ വണ്ടി. അത് നമുക്ക് 2,75,000 റുപ്യക്ക്. 2,75,000. അപ്പൊ നമുക്ക് ഏത് റേഞ്ചിലുള്ള വണ്ടികളാണെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് മുതൽ ചെറിയ ബഡ്ജറ്റിൽ ഒരു ബൈക്കിന്റെ പൈസക്ക് വരെ നമുക്ക് ഇവിടെ വണ്ടികൾ ഉണ്ട് എന്നുള്ളതാണ് കെൻസ യൂസ് കാസിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ലൊക്കേഷൻ വരുന്നത് ഇത് നമ്മുടെ പുതിയ നാഷണൽ ഹൈവേയിൽ കാലിക്കറ്റ് തൃശ്ശൂർ നാഷണൽ ഹൈവേയിൽ കുളപ്പുറത്തുനിന്നും നമുക്ക് ജസ്റ്റ് നമുക്ക് സർവീസ് റോഡിലായിട്ട്
കൊളപ്പുറം VK പടി പടി VK പടിയാണ്. ഇനി ഞങ്ങൾ വിളിച്ചാൽ അവർ നമുക്ക് ഗൂഗിളിൽ വാട്സപ്പിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ജബ്ബാർക്ക് നമുക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ചെറിയ ബഡ്ജറ്റിലായാലും പ്രീമിയം വെഹിക്കിൾസ് ആയാലും താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ജബ്ബാർക്ക സൈനിങ് ഓഫ്.